വെളുപ്പാങ്കാലത്ത് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചവര് കൈപൊക്കാൻ പറഞ്ഞ സുബ്ഹാനല്ലാഹ്, കയ്യിലെണ്ണാവുന്നവരെ കൈപൊക്കോ, കയ്യിലെണ്ണാവുന്നവരെ കൈപൊക്കോ. എല്ലാവർക്കും നിസ്കരിക്കാൻ കഴിയില്ല വാപ്പാ, എല്ലാവർക്കും തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല പെങ്ങളെ, എല്ലാവർക്കും തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മ, നീ ആരാണെന്നറിയോ? നിന്റെ സ്ഥാനം എന്തെന്നറിയോ? ഉമ്മ, അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നു ഉമ്മ. അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്കേ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂ. കാരണം തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഭാര്യ അറിയില്ല, മക്കളറിയില്ല, നാട്ടുകാരറിയില്ല, പടച്ചവനെ ഒരാളും അറിയില്ല. നീ രാത്രിയിൽ 2 മണിക്ക് 3 മണിക്ക് നീ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് അല്ലാഹുവല്ലാതെ വേറെ ആരും അറിയില്ല. പടച്ചവരെ, ആ നിസ്കാരത്തിന് വല്ലാത്ത പ്രതിഫലമാണ്, ആ നിസ്കാരത്തിന് വല്ലാത്ത പ്രതിഫലമാണ്. പടച്ചവനെ, ഒരാടിന് പാല് കറക്കുന്ന സമയമെങ്കിലും പടച്ചവനെ നീ എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ച അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ 2ാമത് മോതുമ്പോ പടച്ചവനെ, പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, ഞാനും നിങ്ങളും ഉടുതുണിയില്ലാതെ നഗ്നരായിട്ട് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമല്ലോ. എല്ലാവരും പേടിച്ച് വിറച്ച് തലതാഴ്ത്തി പിടിച്ചിരിക്കുകയാണ്, എല്ലാവരും കരയുകയാണ്. യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് കരയുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹോദരാ, 2 പേരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ. 2 വിഭാഗം ആൾക്കാരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അവര് തല ഉയർത്തി പിടിച്ചാണ് നടക്കുന്നത്. അവരാരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, മുത്തുനബി അവിടെന്ന് പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ തല ഉയർത്തി പിടിച്ച് വരുന്ന 2 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? നിങ്ങളെല്ലാവരും കിടന്നുറങ്ങുമ്പോ, ഈ നാട്ടുകാർ മുഴുവനും കിടന്നുറങ്ങുമ്പോ, ആ 3 മണിക്ക് 2 മണിക്ക് എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നിസ്കരിക്കുന്ന വാപ്പാ, ദുനിയാവിലെ തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല. എന്നാ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ നീ തല ഉയർത്തിപ്പിടിച്ച് കടന്നു വരികയാണ്, നീ തല ഉയർത്തിപ്പിടിച്ച് കടന്നു വരികയാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയില് ആ തഹജ്ജുദ് നിസ്കരിച്ച മനുഷ്യന്റെ തല ഉയർന്നു നിൽക്കുകയാ. 2ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ. തതജാഫാ ജുനൂബുഹും അനിൽ മലാജി വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. 2ാമത്തെ പ്രതിഫലം, തഹജ്ജുദ് നിസ്കരിച്ചവന്റെ തല നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഉയർന്നു നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ തഹജ്ജുദ് നിസ്കരിച്ചത് നീയും അല്ലാഹുവും അറിഞ്ഞുള്ളൂ, നീയും അല്ലാഹുവും മാത്രമേ അറിഞ്ഞുള്ളൂ, വേറെ ആരും അറിഞ്ഞില്ല. അതുകൊണ്ട് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ നിന്റെ തല ഉയർന്നു നിൽക്കും. 2, നിന്നെ അല്ലാഹു വിളിച്ചിട്ട് പറയും, ഇന്ന് നിനക്ക് ഹിസാബില്ല, ഇന്ന് നിനക്ക് വിചാരണയില്ല, നീ തഹജ്ജുദ് നിസ്കരിച്ചവനാ, നീ ആ കാണുന്ന സ്വർഗത്തിലേക്ക് കടന്നുപൊക്കോ എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് നിന്നെ കടത്തിവിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അതാണ് രാത്രി നിസ്കാരത്തിന്റെ പ്രതിഫലം.
അതാണ് രാത്രിയിലെ നിസ്കാരത്തിന്റെ പ്രതിഫലം. അതുകൊണ്ടാ പറയുന്ന നിസ്കരിക്കാൻ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നു, നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ സുജൂദുകൾ അധികരിപ്പിക്ക്, എത്രത്തോളം നിസ്കരിക്കാൻ കഴിയുമോ. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവര്, ആ നബിതങ്ങളെ കാണാ കൊതിക്കുന്നവര്, പടച്ചവനെ ശഅബാനിൽ നബിതങ്ങളെ കുറിച്ചല്ലാതെ വേറെ ആരെ കുറിച്ച് പറയാനാ? അതുകൊണ്ട് നബിതങ്ങളെ കുറിച്ച് പഠിക്കാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകന്റെ സ്വഹാബകളിൽ ആ പ്രവാചകന്റെ ഖാദിമാണ് മഹാനായ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു. ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. പ്രവാചകനെ ചെരുപ്പെടുത്തു കൊടുക്കാൻ, പ്രവാചകനെ വെള്ളമെടുത്തു കൊടുക്കാൻ മുത്തുനബിയുടെ ഖാദിമായി നടക്കുന്ന ഒരു സ്വഹാബിയാണ് മഹാനായ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു. ആ റബീഅ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെന്ന് പറയുകയാ, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അവിടെന്ന് യാത്ര ചെയ്യാൻ എനിക്ക് അവസരമുണ്ടാവുകയാണ്. മുത്തുനബിയുടെ കൂടെ യാത്ര ചെയ്യാൻ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഒരു രാത്രിയിലെ ചെലവഴിക്കാൻ അല്ലാഹു എനിക്കൊരവസരം തരികയാണ്. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരു യാത്രയിൽ പോകുവാനും ഒരു രാത്രിയിൽ നബി തങ്ങളോടൊപ്പം ചെലവഴിക്കുവാനും ഭാഗ്യം കിട്ടിയ സ്വഹാബിയാണ് റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു. ആ ചെറുപ്പക്കാരനായ സ്വഹാബി പറയുകയാണ്, അങ്ങനെ രാധാ മുത്തുനബി രാത്രിയിൽ കിടന്നുറങ്ങുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രിയിൽ നബി തങ്ങൾ കിടന്നുറങ്ങുകയാണ്. പടച്ചവനെ, വല്ലാത്ത തണുപ്പാണ്. റബീഅ അവിടെന്ന് ചിന്തിക്കുന്നു, റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്തായാലും രാത്രി ഇബാദത്തിനു വേണ്ടി എഴുന്നേക്കുമല്ലോ, ഉളുവെടുക്കണമല്ലോ, വല്ലാത്ത തണുപ്പാണല്ലോ, പച്ചവെള്ളത്തിൽ ഉളുവെടുക്കാൻ പ്രയാസമാണല്ലോ. അതുകൊണ്ട് റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പടച്ചവനെ ചൂടുവെള്ളം തയ്യാറാക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വുളുവെടുക്കാൻ അവിടുന്ന് ചൂടുവെള്ളം തയ്യാറാക്കുകയാണ്. പടച്ചവനെ, വെള്ളം തയ്യാറാക്കിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂമിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. എപ്പോഴാണ് നബി തങ്ങൾ എഴുന്നേക്കുന്നതെന്നറിയില്ല. അതുകൊണ്ട് നബി തങ്ങൾ എഴുന്നേക്കുമ്പോൾ അവിടുന്ന് കൊടുക്കുന്നതിന് വേണ്ടി വെള്ളവും തയ്യാറാക്കി കാത്തു നിൽക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. നബി തങ്ങളുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിലേക്ക് വെള്ളം കൊടുക്കുകയാണ്. ഇതാ നബിയേ ചൂടുവെള്ളം, ഇതാ നബിയേ ചൂടുവെള്ളം. വുളുവെടുക്കുന്നതിന് വേണ്ടിയുള്ള വെള്ളം നബി തങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമാവുകയാണ്. മുത്തുനബി അവിടുന്ന് ചൂടുവെള്ളം ചോദിച്ചില്ലല്ലോ. പടച്ചവനെ, ഈ ചെറുപ്പക്കാരൻ ഉറങ്ങാതെ നബി തങ്ങളെ കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, റബീഅ, ഉറങ്ങിയില്ലേ റബീഅ? അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, ഇല്ല നബിയേ, വെള്ളം തയ്യാറാക്കി അങ്ങയുടെ റൂമിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. എപ്പോഴാണ് എഴുന്നേക്കുന്നതെന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഉറങ്ങാതെ ഒരു രാത്രി മുഴുവനും നബി തങ്ങളുടെ റൂമിന്റെ മുമ്പിൽ കാത്തുനിന്ന ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കാണുമ്പോ നബി തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. എന്തൊരു സ്നേഹമാണ് പടച്ചവന്, എന്തൊരു സ്നേഹമാണ് പടച്ചവന്. ഈ ചെറുപ്പക്കാരന് ഈ സ്നേഹത്തിന് പകരം ഞാൻ എന്ത് കൊടുക്കാനാണ് പടച്ചവനെ? നബി തങ്ങൾ അവിടുന്ന് ചിന്തിക്കുകയാണ്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, റബീഅ, എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു റബീഅ. ഈ സ്നേഹത്തിന് ഞാൻ എന്താണ് പകരം തരേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുകയാണ്, എന്തു വേണമെങ്കിലും ചോദിക്കുക റബീഅ.
എന്തു വേണമെങ്കിലും നീ ചോദിക്കു റബിയ, എന്തു ചോദിച്ചാലും നിനക്ക് ഞാൻ തരാ. ആരാ പറയുന്നത്? ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. എന്തു വേണമെങ്കിലും ചോദിക്കാൻ, എന്തു ചോദിച്ചാലും നിനക്ക് ഞാൻ തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുമ്പോ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന പാവപ്പെട്ടവനായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചതെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് എവിടെന്ന് ചോദിക്കുകയാ, അസ്അലുക മുറാഫതക ഫിൽ ജന്ന. വല്ലാത്ത ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. പടച്ചവനെ കിട്ടിയ അവസരം അവിടെ നിന്ന് മുതലാക്കുകയാണ്. ആ ചെറുപ്പക്കാര സ്വർഗം വേണമെന്നല്ല പറയുന്നത്, അധികാരം വേണമെന്നല്ല പറയുന്നത്, സമ്പത്ത് വേണമെന്നല്ല പറയുന്നത്, കൊട്ടാരം വേണമെന്നല്ല പറയുന്നത്. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ആ പാതിരാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചതെന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ. ഇതുപോലെ നാളെ സ്വർഗത്തിലും അങ്ങയുടെ കൂടെ നടക്കണം നബിയേ. എനിക്ക് അങ്ങയുടെ കൂടെ സഹവസിക്കണം നബിയേ. എനിക്ക് അങ്ങയുടെ കൂട്ടുകാരനാകണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിക്കുകയാ, നാളെ സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം നബിയേ, അങ്ങയുടെ കൂടെ സഹവസിക്കണം നബിയേ. നബി തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നു, റബിയ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക് റബിയ. നിനക്ക് സമ്പത്ത് വേണോ? നിനക്ക് കൊട്ടാരം വേണോ? നിനക്ക് അധികാരം വേണോ? വേറെ എന്ത് വേണമെങ്കിലും ചോദിക്ക് റബിയ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും വേണ്ട നബിയേ, എനിക്ക് വേറെ ഒന്നും വേണ്ട നബിയേ. സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ, അങ്ങയുടെ കൂടെ സഹവസിക്കണം നബിയേ, അങ്ങയുടെ കൂടെ താമസിക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ത് കൊടുത്താലും എന്ത് ചോദിച്ചാലും കൊടുക്കാമെന്ന് പറഞ്ഞതാണല്ലോ. നബി തങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താ? ശഅബാനിന്റെ രാത്രിയിൽ ഒരുമിച്ച് കൂടിയവരെ, നിനക്കും ആഗ്രഹമില്ലേ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നടക്കാൻ? നിനക്ക് കൊതിയില്ലേ? 63 വർഷക്കാലമാണ് നബി തങ്ങൾ ജീവിച്ചത്. എന്നാ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലാണെങ്കിലോ, അതാ പടച്ചവനെ സ്വർഗത്തിലും മരണമില്ലല്ലോ, അല്ലാഹുവിന്റെ സ്വർഗത്തിലും മരണമില്ലല്ലോ. അതാ ഉലൈക അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗത്തിലാ, കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗത്തിലാ. അവിടെ മരണമില്ലടോ, അവിടെ കഷ്ടപ്പാടില്ലടോ, അവിടെ രോഗങ്ങളില്ലടോ, അവിടെ പ്രായമുള്ളവരില്ല, കുട്ടികളില്ല, രോഗികളില്ല, കറുത്തവരില്ല, ഇരുനിറമുള്ളവരില്ല. അല്ലാഹുവിന്റെ സ്വർഗത്തില് പടച്ചവനെ എല്ലാവർക്കും 33 വയസ്സാണ്, ആണിനും പെണ്ണിനും 33 വയസ്സാണ്. പടച്ചവരെ എല്ലാവർക്കും ഒരേ ഒരു ഗ്ലാമറാണ്. ആരുടെ ഗ്ലാമർ എന്നറിയോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ കൊട്ടാരത്തിലൂടെ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു പോയപ്പോ പെണ്ണുങ്ങൾ അവിടുത്തെ സൗന്ദര്യം കണ്ടിട്ട് കയ്യിലിരുന്ന കത്തി കൊണ്ടവര് കൈവിരല് പോലും മുറിച്ചു കളഞ്ഞു എന്ന ചരിത്രം പറഞ്ഞ ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമാണ് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എല്ലാവർക്കും ഉള്ളത്. എല്ലാവർക്കും 33 വയസ്സാണ്. അവിടെ കഷ്ടപ്പാടില്ല, അവിടെ ദാരിദ്ര്യമില്ല, അവിടെ പ്രയാസമില്ല, അവിടെ ജോലിക്ക് പോകേണ്ട കാര്യമില്ല. പടച്ചവനെ നിസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, വഅദ് പറയണ്ട, വഅദ് കേൾക്കണ്ട, സദക്ക കൊടുക്കണ്ട. പടച്ചവനെ ഒരു നന്മയും നമുക്കവിടെ ചെയ്യണ്ട. പടച്ചവനെ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു നിറച്ചു വെച്ചിരിക്കുകയാണ്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും
രസമുള്ളതാ കദളിപ്പഴം തിന്നാനും താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീ ഒരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. അള്ളാന്റെ സ്വർഗത്തില് നിസ്കരിക്കണോ, നോമ്പ് പിടിക്കണോ? സെറ്റാരെന്തിയപ്പോ പോയാ മോനെ ഇത്തിരി ഡിലേക്ക് ഇറോ. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കഷ്ടപ്പാടില്ല, നിസ്കാരമില്ല, നോമ്പില്ല, സദക്കയില്ല, എന്ത് വേണമെങ്കിലും തിന്നാം, എന്ത് വേണമെങ്കിലും കുടിക്കാം. അള്ളാന്റെ സ്വർഗത്തിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാം. അവിടെ ആരും വഴുതു പറയാനും ഉപദേശിക്കാനും നസീഹത്ത് പറയാനും ആരും വരൂല. അവിടെ എല്ലാവർക്കും 33 വയസ്സ്, എല്ലാവർക്കും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഗ്ലാമറാണ് എല്ലാവർക്കും. അതോട് കുടുംബത്തെ പോറ്റണ്ട, ദാരിദ്ര്യം ഉണ്ടാകുന്ന ഭയക്കണ്ട, എന്റെ പ്രിയപ്പെട്ടവരെ കിളയ്ക്കേണ്ട, പൂട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട, ഇവിടെ ഒന്നുമില്ല. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ചു നടക്കാം. ആ സ്വർഗത്തിൽ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരനാകാൻ കഴിയണം. ആ നബിതങ്ങളുടെ കൂടെ നാളെ സ്വർഗത്തിൽ നടക്കണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. ഒരാമീൻ പറയാൻ പോലും മനസ്സില്ല, പിന്നെ എങ്ങനെ നമുക്ക് ഭാഗ്യം ഉണ്ടാവുക? അള്ളാഹു അതിനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് നാളെ സ്വർഗത്തിൽ നബിതങ്ങളുടെ കൂട്ടുകാർ? ആരാണ് നാളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ സഹവസിക്കണമെങ്കിൽ, നബിതങ്ങളുടെ കൂടെ നടക്കണമെങ്കിൽ ചെയ്യേണ്ട നന്മകൾ എന്താ? നബിതങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാ. റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ നിങ്ങളെ കുറിച്ച് പഠിച്ചു നോക്കടോ. ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ പുതയ്ക്കാൻ മറ്റൊരു വസ്ത്രമില്ലാത്ത ചെറുപ്പക്കാരൻ. ഒരു ദിവസത്തിൽ ഒരു നേരം പോലും വയറ് നിറച്ചു ഭക്ഷണം കഴിക്കാനില്ലാത്ത പാവപ്പെട്ടവനാണ്. എന്തു വേണമെങ്കിലും ചോദിക്കാൻ പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ചോദ്യം, നാളെ സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം നബിയെ, നിനക്ക് വേറെ എന്തെങ്കിലും വേണോ? എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് സ്വർഗം മതി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗം ഞാൻ വാങ്ങിത്തരാം. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നബിതങ്ങൾ പറയുന്നു, സ്വർഗം വേണോ? ഞാൻ തരാം, നിന്നെ ഞാൻ കൊണ്ടുപോകാം, നിന്നെ സ്വർഗത്തിൽ ഞാൻ കൊണ്ടുപോകാം. ഞാൻ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ചില കണ്ടീഷൻ ഉണ്ട്. നബിതങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, സ്വർഗത്തിലേക്ക് നിനക്ക് എന്റെ കൂടെ കടന്നു വരണോ? റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? റബിയാ, സുജൂദുകൾ അധികരിപ്പിക്കണേ റബിയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പള്ളി കെട്ടിക്കൊടുക്കണമെന്നല്ല, സദക്ക കൊടുക്കണമെന്നല്ല, ഹജ്ജ് ചെയ്യണമെന്നല്ല, നോമ്പ് പിടിക്കണമെന്നല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെ നിനക്ക് കടന്നു വരണമെങ്കിൽ നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? റബിയാ, നീ അധികമായിട്ട് സുജൂദ് ചെയ്യണേ, നീ അധികമായിട്ട് സുജൂദ് ചെയ്യണേ എന്ന് പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, നബിതങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, പടച്ചവനെ ഈ വഅദ് കേൾക്കാമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, നമുക്ക് സുജൂദ് ചെയ്യാൻ വല്ലാത്ത മടിയാടോ, നമുക്കത് വല്ലാത്ത പ്രയാസമാടോ? കാരണം അതിന്റെ വില എന്താണെന്നറിയില്ല. ആ സുജൂദ് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് നമുക്കറിയില്ല. പടച്ചവനെ, സുജൂദ് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ
النار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ് സുജൂദ് ചെയ്താൽ കിട്ടുന്ന ഒരു പ്രതിഫലം എന്തെന്നറിയോ? അവരുടെ മുഖത്തടയാളം കാണാം, അവരുടെ മുഖത്തടയാളം കാണാം. സുജൂദ് ചെയ്യുന്നവരുടെ മുഖത്ത് നോക്കിയാൽ അടയാളം കാണാം. അടയാളം കാണാമെന്ന് പറഞ്ഞാൽ നിസ്കാരത്തഴമ്പ് മാത്രമല്ല ബാപ്പാ. ചെറുപ്പക്കാരാ, നിസ്കാരത്തഴമ്പിനെ കുറിച്ചല്ല പറയുന്നത്. എടോ സഹോദരാ, നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ, സുജൂദ് ചെയ്യുന്ന ഒരാളുടെ മുഖത്ത് നോക്കിയാ പടച്ചവനെ അവന്റെ മുഖത്തൊരു പ്രകാശം കാണാം, ഒരു ഈമാനികമായിട്ടുള്ള പ്രകാശം കാണാം, ഒരു ഈമാനികമായിട്ടുള്ള ഒരു ചൈതന്യം കാണാം. അത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമല്ല. അത് സുജൂദ് ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയ ഒരു അംഗീകാരമാണ്. പടച്ചവനെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, പടച്ചവനെ നിങ്ങളുടെ നാട്ടിലെ ചില പ്രായമുള്ള വാപ്പമാരെ കണ്ട എന്തൊരു പ്രകാശമെന്നറിയോ? അവര് വേച്ച് നിസ്കരിക്കാ പള്ളിയിലേക്ക് വരുന്നത് കണ്ട അവരുടെ മുഖത്ത് വല്ലാത്ത ഒരു ഈമാനികമായിട്ടുള്ള വെളിച്ചമാണ്. അവരെ കണ്ടാ എഴുന്നേക്കുമടോ, അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോകുമടോ, അവരുടെ കൈപിടിച്ചിട്ട് ദുആ ചെയ്യാ പറയുമടോ. പടച്ചവനെ, അവര് ആലിമീങ്ങളല്ല, അവര് സയ്യിദന്മാരല്ല, അവര് പണ്ഡിതന്മാരല്ല, അവര് ഹജ്ജ് ചെയ്തവരല്ല, അവിടെ ഇവിടത്തെ ഏറ്റവും വലിയ കോടീശ്വരനല്ല. പടച്ചവനെ, ജമാഅത്തിന്റെ പ്രസിഡന്റ് അല്ല. പടച്ചവനെ, പാവപ്പെട്ട ചില വാപ്പമാരെ കണ്ട അറിയാതെ പറഞ്ഞു പോകുമടോ, അറിയാതെ ബഹുമാനിച്ചു പോകുമടോ. കാരണം അത് അല്ലാഹു അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അംഗീകാരമാണ്, അവർക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമാണ്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എനിക്കങ്ങനെ ഒരു സ്ഥാനം ലഭിക്കുന്നില്ലല്ലോ, ഞാൻ ഏറ്റവും വലിയ സമ്പന്നനാണല്ലോ, ഞാൻ പള്ളിക്ക് ലക്ഷങ്ങൾ കൊടുത്തവനാണല്ലോ, ഏത് നല്ല കാര്യത്തിനും കൊടുക്കുന്നവനാണല്ലോ, വർഷാവർഷം ഹജ്ജിന് പോകുന്ന ഹാജിയാണല്ലോ, ജമാഅത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയുമാണല്ലോ. എന്നെ ബഹുമാനിക്കുന്നില്ലല്ലോ, എന്നെ കാണുമ്പോ എഴുന്നേക്കുന്നില്ലല്ലോ. സഹോദരാ, അത് പടച്ച റബ്ബ് കൊടുക്കുന്ന ഒരു സ്ഥാനമാണ്, അത് അല്ലാഹു കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. അത് പണം കൊടുത്തു വാങ്ങിയതല്ല, കുടുംബ മഹിമ കൊണ്ട് വാങ്ങിയതല്ല, അധികാരത്തിന്റെ പവർ കൊണ്ട് വാങ്ങിയതല്ല. അത് പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നിട്ട് വാങ്ങിച്ച അംഗീകാരമാണ്. അല്ലാഹ് പറയുകയാണ്, അവരുടെ മുഖത്ത് സുജൂദിന്റെ അടയാളം കാണാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നമുക്കാണെങ്കിൽ സുജൂദ് ചെയ്യാൻ വല്ലാത്ത മടിയാണ്, നമ്മൾ അലസത കാണിക്കുന്നവരാണ്. എന്നാ സുജൂദ് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം നിനക്കറിയുമോ? നിസ്കരിക്കുന്നവന്റെ പ്രതിഫലമല്ല, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു മനുഷ്യന് സുജൂദിൽ കിടക്കുമ്പോ അവൻ ശരീരം കൊണ്ട് ചെയ്ത പാപമുണ്ടല്ലോ, അവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും അവന്റെ പെരടിയുടെ മുകളിൽ വരികയാണ്, അവന്റെ പെരടിയുടെ മുകളിൽ വരികയാണ്. അവന് സുജൂദിലേക്ക് വീണാ ഉണക്ക മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ അവന്റെ പിരടിയിൽ നിന്ന് പാപങ്ങൾ പൊഴിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുകയാണ്, പാപങ്ങൾ മുഴുവനും പൊഴിഞ്ഞു വീഴുകയാണ്. പടച്ചവനെ, ഉമ്മ പ്രസവിച്ചതുപോലെ ശുദ്ധിയാവുകയാണ്. സഹോദരാ, നിങ്ങൾ ഇശാ നിസ്കരിച്ചവരാണല്ലോ. പടച്ചവനെ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പലരും ഇശാ നിസ്കാരം കഴിഞ്ഞ് ജുമാ മസ്ജിദിൽ നിന്ന് ഇറങ്ങി വരുന്ന രംഗം കണ്ടടോ. എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ഈ ഇശാ നിസ്കരിച്ചിട്ട് ഇറങ്ങി വന്ന നിങ്ങളോട് അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് വെച്ച് മലക്കുകളെ പറഞ്ഞതെന്തെന്നറിയോ? ഒരാള് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ, നമസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളിൽ ചിലരോട് പറയുകയാണ്, ഏ മനുഷ്യ, നീ സ്വർഗത്തിലാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ.